മെഡിസിൻസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു ജെയ്ഡിൻ്റെ ജീവിതത്തിൽ ഈ 2 മാസം അവന് ആഗ്രഹിക്കാത്ത എന്തോ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ ഏറ്റവും ആഗ്രഹിച്ച എന്തോ അവനെ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും വലിയ ആംഗ്രി ഇഷ്യൂസ്. ഇത് കുഴപ്പമൊന്നുമില്ല. ഇന്നലെയാണെങ്കിൽ വീട്ടിലെ കുറേ ലവ് ബേർഡ്സിനെ അവൻ കൊന്നു. അതാ ഞങ്ങൾ പെട്ടെന്ന് വന്നത്. അത് ജെയ്ഡിൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അവൻ എന്തിൻ്റെ മേൽ തീർത്തതായിരിക്കും. എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, ഇതത്ര വിഷയമൊന്നും ആക്കേണ്ട കേസുമല്ല. അവന് ദേഷ്യം വരുന്നു, അത് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിക്കണം. അവന് ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാതെയോ വലിയിരുന്നാൽ മതി. അല്ലാണ്ട് ഇത് വലിയ രോഗമായിട്ട് കണക്കാക്കേണ്ട സ്റ്റേജൊന്നും അല്ല. എനിക്ക് ശരി, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴേ ചെയ്യാവുന്ന സമാധാനമായത്. ഞാൻ എത്രമാത്രം പേടിച്ചെന്നറിയാം അവൻ്റെ കാര്യത്തിൽ. എൻ്റെ പൊന്നു ചീന, നീ ഇങ്ങനെ ഡെസ്പാവാതെ. അവനൊരു കുഴപ്പമില്ലെന്നേ. ചിലപ്പം ആ ലവ് ബേർഡ്സ് അവിടെ കിടന്നുണ്ടാക്കുന്ന സൗണ്ട് അവന് എന്തെങ്കിലും ഇറിറ്റേഷനോ ദേഷ്യം വരുത്തിയിട്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ അവന് പ്രശ്നമൊന്നുമില്ല. നാളെ ഇനി ക്ലാസ്സും തുടങ്ങുക, പിന്നെ അവന് മാച്ചൊക്കെ ഉണ്ട്. അതിൽ എൻഗേജ്ഡൊക്കെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നീ ഇപ്പം എന്തെങ്കിലും അതിഥിയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുക. അവളെ വിളിച്ചിട്ട് വേണം പോവാൻ. ഈ ചായ മമ്മിയൊക്കെ താഴെ വന്നിട്ടുണ്ട്, ഞാൻ പോവാണേ. നീ ചെല്ല്, ഇതിപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞാനും അങ്ങോട്ട് വന്നേക്കാം. എന്താടപ്പം നിനക്ക് തുറക്കാൻ താമസം? എനിക്ക് പരമായ സംശയം നീ ഇതിൽ പെണ്ണിനെ ഒളിപ്പിച്ചിട്ടുണ്ടോന്നാ. എൻ്റെ പൊന്നു മമ്മി, എന്തിനാ ഈ സാധനത്തിന് ഇങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ട് വന്നത്? പണ്ടെങ്ങാണ്ട് മമ്മി കൊടുത്ത വാക്ക ഇപ്പം നമ്മുടെ തലയിലെ കുരിശ്. അവളുടെ വായിന്ന് വന്നത് കേട്ടില്ലേ? ഒറ്റണം വെച്ച് തന്നാലുണ്ടല്ലോടി. പ്രായത്തിന് ഇളയ ആൾക്കാരെ തരാൻ നിനക്ക് നാണമില്ലേ? ഇവനെയുണ്ടല്ലോ. രണ്ടും ഒന്ന് നിർത്തിക്കേ, നാളെ ക്ലാസ് ഉള്ളതല്ലേ. ഞാനല്ല ജിന മമ്മി, ഈ നിൽക്കുന്നവനാ വഴക്ക്. രണ്ടുപേരും മോശമല്ല. നാളെ ക്ലാസ് ഉള്ളതല്ലേ. ആദി, നീ പോയി കിടക്ക്. ആ, ഇതെന്താ എൻ്റെ ലവ് ബേർഡ്സിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. അതിനെ ഞാനങ്ങ് കൊന്നു. ഇച്ചായ, ആദി നീ പോയി കിടക്ക. നമുക്ക് അടുത്ത ദിവസം ഇതിനെപ്പറ്റി സംസാരിക്കാം. ശരി എന്നെങ്കിൽ ഗുഡ് നൈറ്റ്. ഇന്നാ ഞാൻ കഷ്ടപ്പെട്ട് ഒപ്പിച്ചുകൊണ്ട് വന്നതാ. ആ ജെയ്ഡനെ ജയിക്കാൻ അനുവദിച്ചുകൂടാ. നാളത്തെ മാച്ചിൽ നിങ്ങൾ തന്നെ ജയിക്കണം. നീ ഇത്ര പെട്ടെന്ന് ഈ ഡ്രഗ്സ് ഒപ്പിക്കുന്നത് ഞാൻ കരുതിയില്ല. താങ്ക്സ്. എമൗണ്ട് എത്രയും വേണ്ടതെന്നൊക്കെ ഞാൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ ഇൻജെക്റ്റ് ചെയ്യാവുള്ളൂ നിൻ്റെ ശരീരത്തിൽ. കൂടുതലായ ദോഷമോ. ശരി എന്നെങ്കിൽ ഞാൻ പോവാം. എന്തിനാ എൻ്റെ ലവ് ബേർഡ്സിനെ കൊന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? 1 വീക്ക് ഓർഫനേജിൽ പോയി നിൽക്കുമെന്ന് പറഞ്ഞ് നീ എന്തിനാ 2 മാസം അവിടെ ചിലവഴിച്ചത്? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു? എന്താ കോളും നീ അറ്റൻഡ് ചെയ്യാതിരുന്നു? വിട്ട് വേദനിക്കുന്ന. അപ്പം ഈ 2 മാസത്തെ എൻ്റെ വേദനയോ ഞാൻ മരിച്ചു പോകുന്നതിൽ തോന്നി, നിനക്കറിയോ? ഇച്ചേ, നാളെ ക്ലാസ് ഉണ്ട്, ഇന്ന് വേണ്ട. എന്തിനാ നീ ഇത്ര ദേഷ്യം? ലവ് ബേർഡ്സിനെ കൊന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്തെങ്കിലും നോക്കുന്ന ആദി, എനിക്ക് നിൻ്റെ കണ്ണുകളാ ഭയങ്കര ഇഷ്ടം. എന്നെ പേടിയോടെ നോക്കുന്ന ഈ കണ്ണുകൾ ഞാൻ ഇച്ചായ കഥ തുറന്നേ. എന്തടപ്പാ നീ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? എന്നാ ഈ വെളുപ്പാങ്കാലത്ത് നിനക്ക് കാര്യം? എൻ്റെ പൊന്നോ, നിങ്ങൾ മറന്നുപോയോ? ഇന്നലെ നമുക്ക് മാച്ച്, അതിൽ ഫൈനലായിട്ടൊരു പ്രാക്ടീസും കൂടെ വേണമെന്ന് പറഞ്ഞതല്ലേ? നീ താഴേക്ക് പോക്കോ, ഞാൻ റെഡിയായിട്ട് വന്നേക്കാം. എടി ആദി, എടി എനിക്ക് രാവിലെ പ്രാക്ടീസ് ഉണ്ടായി, ഞാൻ പോവാം. നീ നിൻ്റെ റൂമിൽ പോയി കിടക്കാം. എങ്കിൽ പിന്നെ ഇന്ന് നമ്മൾ രണ്ടുപേരും കോളേജിൽ പോക്ക് നടക്കത്തില്ല. അടി ഉണ്ടാക്കരുത് കേട്ടോ. ഒന്നെങ്കിൽ ചെല്ല്, ഞാൻ കിടക്കട്ടെ. ഞങ്ങൾ ജയിച്ചേ. അപ്പം എങ്ങനെയാടാ മോനൊക്കെ ഇവനെ മോട്ട അടിക്കുമല്ലേ? മോട്ട നിൻ്റെ അപ്പൻ്റെ തല അടിക്കടാ, ഇങ്ങോട്ട് വരണ്ട.
അപ്പന് പറയുന്നോടാ, പറഞ്ഞാൽ നീ എന്നാ ചെയ്യും? തല്ലുവോടാ, എങ്കിൽ തല്ലം നീ ഇങ്ങോട്ട് വാടാ. കെവിനെ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ അവനെ തല്ലാൻ നോക്കിയത്? ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ പോർഷൻ തീരാത്തതുകൊണ്ടാണ് കേട്ടോ. അന്നേരം ഈ ഒരു പോയിന്റ് കൂടെ എഴുതിയിട്ട് നിങ്ങൾ മാച്ച് നടക്കുന്ന സ്റ്റഡീസിലേക്ക് പൊക്കോ. റിവേഴ്സ് ചാർജ് മെക്കാനിസം ഈസ് ദ കേസ് ഇൻ വിച്ച് ദ റെസിപ്പിയൻ ഈസ് ലൈബിൾ ടു പേ ദ ടാക്സ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ്. എല്ലാവർക്കും കിട്ടിയില്ലേ? ആർക്കെങ്കിലും കിട്ടാതെയുണ്ടോ? ഒന്നുകൂടെ പറയണോ? ജിനമ്മ, അവിടെയാണെങ്കിൽ അടി നടക്കുക. ജെയ്ഡൻ ചേട്ടൻ്റെ മുന്നിൽ മാം ഒന്ന് വരാവോ? ഓക്കെ, മോള് നടന്നോ, ഞാനിപ്പോൾ വന്നേക്കുവാ. ജെയ്ഡൻ, ജെയ്ഡൻ, നിന്നോട് നിർത്താനാണ് ഞാൻ പറഞ്ഞത്. സ്റ്റോപ്പ് ദിസ് ജെയ്ഡൻ. ഇതിനെ വല്ല ചന്തയാണോ ഇങ്ങനെ കിടന്ന് അടി കൊണ്ടിടാൻ? എല്ലാവരും പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. ചെല്ല്. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കയറി പാടാ. ഫ്രണ്ട്ലി മാച്ച് എന്ന് പറഞ്ഞിട്ടില്ലടാ നിനക്ക് ഇതിൻ്റെ അനുവാദം ഞാൻ തന്നത്. എന്നിട്ട് ഇതിപ്പോൾ എന്താ ഈ കാണുന്നത്? നീയൊക്കെ എന്തിനാ ഇവിടെ വരുന്നത്? അതിനുള്ള ബോധമെങ്കിലും ഉണ്ടോ? സോറി സാർ, പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കണം. ഞാൻ പഠിക്കാനാണ് വരുന്നത്. ആ ബോധം ഉള്ളതായിട്ട് നിന്റെ പ്രവൃത്തിയിൽ കാണുന്നില്ല. ബാക്കി രണ്ടെണ്ണങ്ങളോ? സാർ, അത് അവന്മാരാ. എന്നാലും സോറി. അടി കൊണ്ടത് അവന്മാരാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തന്നേക്കാം. പിന്നെ ഈ നിൽക്കുന്ന നിനക്കോ? നിനക്ക് സോറി ഒന്നും പറയണ്ടേ? സോറി. കേട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി പറഞ്ഞ പോലെ ഇരിക്കുന്നല്ലോടാ. ഇനി ബഹളങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇത് നിന്റെ ലാസ്റ്റ് വാണിങ്ങാ. ചെല്ല്. നീ ആ കെവിൻ ചേട്ടനെ കണ്ടോ? എന്നെ അടി അവന്മാർ കൊടുത്തേക്കുന്ന എന്നെ സാധനങ്ങളല്ലേ അവരൊക്കെ. നീ അങ്ങനെ പറയാതെ മിയ, ഇവിടെ ഒരാൾക്ക് പൊള്ളുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ട് കെവിൻ ചേട്ടനെ കൈ തല്ലി ഓടിച്ചെന്ന് തോന്നുന്നു. എന്താടി നിന്റെ പ്രശ്നം? എൻ്റെ ഇച്ഛാന അങ്ങനെ ആരോടും വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. പാവ, ഒരു കാരണമില്ലാതെ ഒന്നും ചെയ്യത്തുമില്ല. അതിഥി, ഇന്നടോ തൻ്റെ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസാ ഞാൻ എടുത്തത്. ഇന്നാ. ആ ചേട്ടയിൽ ഫോട്ടോ ഉണ്ടായിരുന്നോ അന്നത്തെ പ്രോഗ്രാമിൻ്റെ? താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ആ പോയ സാധനത്തിന് ഇവളുടെ മേലൊരു കണ്ണില്ലേന്ന് എനിക്ക് സംശയമുണ്ട്. എന്താടി, എത്ര പേര് കളിച്ചാലും നിന്റെ ഫോട്ടോ മാത്രം എടുത്ത് തരുന്നു. നിന്റെ വാ അടങ്ങിയിരിക്കത്തില്ലേ? ബാ, എനിക്ക് വിശക്കുന്നു, പോയി കഴിക്കാൻ തരും. ഇന്നെന്താടി നീ കഴിക്കാൻ നേരത്തെ വിളിക്കാൻ വരാഞ്ഞത്? അല്ലെങ്കിൽ അവിടെ നേരത്തെ ഹാജരാവുന്നതല്ലേ? ഇന്നെന്നാ പറ്റി? അതോ, ഞാനാ ആദിയോട് പറഞ്ഞത് വിളിക്കാൻ വരണ്ടെന്ന്. നിങ്ങളുടെ കൂടെ നടന്നാൽ ഞങ്ങൾക്ക് കൂടെ പേരുദോഷം വരും. മോളുടെ അറിവിൽ ഞങ്ങൾ കാരണം പെരുദോഷം വന്ന എത്ര പേരെ അറിയാം. സൂക്ഷിച്ച് നീ സംസാരിക്കാട്ടോടി പൂച്ചേ. രണ്ടുപേരൊന്നും നിർത്തുന്നുണ്ടോ? അതിരിക്കട്ടെ ജിമിച്ച, അതാരോടാ ഈ ചാനി ചിരിച്ചുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? അതാരാ പെണ്ണ്? ആ ചേച്ചിയാണെങ്കിൽ പുതിയതായിട്ട് ട്രാൻസ്ഫർ സ്റ്റുഡൻ്റ് ആടി. നല്ല ചേർച്ചയല്ലേ അവർ തമ്മിൽ? എടി, നീ എൻ്റെ വായിന്ന് കേൾക്കല് കേട്ടോ. ചേർച്ച കോപ്പാണ്, കിളിച്ചോണ്ട് നിൽക്കുക ചായ. അല്ലടി, ഇച്ചാനാണെങ്കിൽ അവളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നതിന് നിനക്കെന്നാ പ്രശ്നം? നിന്റെ മുഖം കാണുമ്പോഴേ അറിയാം തീരെ ജലസില്ലല്ലോ മുത്തേ. എനിക്ക് വിശക്കുന്നില്ല, ഞാൻ പോന്നു. എവിടെ പോവാ നീ? കഴിക്കുന്നില്ലേ? ഇപ്പോഴാണോ ഇത് അന്വേഷിക്കാൻ വരുന്നത്? ഞാൻ കഴിക്കുന്നില്ല. ഇനിപ്പെന്നാ? മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് നാലെണ്ണം കൂടെ എഴുന്നേറ്റാൽ മതി. എൻ്റെ ചേട്ടാ, ഇങ്ങനെ ദേഷ്യപ്പെടാതെ. അവൾ കഴിച്ചോളും, അവൾ വെറുതെ പറഞ്ഞതാ. അതെ ചേട്ടാ, ചേട്ടനാ ചേച്ചിയോട് സംസാരിക്കുന്നിട്ട് അവൾക്ക് ജലസ് അടിച്ചതാ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഹോ, എന്തൊരു അനുസരണയോടെ ഇപ്പം ഇരുന്ന് കഴിക്കുന്നത്. ആദി, പിന്നെ ഇതെന്താടി ഈ കവറിനകത്ത്? ആ, ഈ കവറിനകത്തോ? ഇത് എൻ്റെ സീനിയറായ റോഷൻ ചേട്ടൻ എനിക്ക് കൊണ്ട് തന്നതാ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ എടുത്ത കുറച്ച് ഫോട്ടോസ്, അത് ഞാൻ ചേട്ടനോട് ചോദിച്ചായിരുന്നു. ആദി, ഇത് ആരെടുത്ത് തന്ന ഫോട്ടോസ് എന്നാ പറഞ്ഞത്? നിന്റെ സീനിയറായ റോഷനാ? നിനക്ക് മാത്രം എടുത്തു തന്നിട്ടുണ്ടോ അത് എല്ലാവർക്കും എടുത്തു കൊടുത്തിട്ടുണ്ടോ? അത് പിന്നെ എനിക്ക് ചോദിച്ചപ്പോൾ. കിടന്ന് വിൽക്കണ്ടടി ആദി. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവന്മാരുമായിട്ട് മിണ്ടുകയോ കൂട്ടോ ഒന്നും പാടില്ലെന്ന്. അതിലൊരു ഫോട്ടോയും വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നു. ഇതിങ്ങോട്ടോ. എടാ, ഞാൻ അതിഥിക്ക് ഫോട്ടോസ് കൊടുത്ത്. ഇനി ഒരു ദിവസം എൻ്റെ മനസ്സിലെ സ്നേഹം അവളോട് പറയണം. ജീനാവേസിൻ്റെ ഫ്രണ്ടിൻ്റെ മോളാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവളോട് അവന്മാർക്കൊരു വല്ലാത്ത കെയറിങ് ഉണ്ട്. ഇവൻ ഇഷ്ടമാണെങ്കിൽ ഇവൻ കേട്ടേടാ, അതിന് ആരെതിരെ പറയാനാ ആ ജെയ്ഡന്. എടാ, ഈ കാര്യത്തിൽ സൂക്ഷിച്ചു വേണം തീരുമാനം എടുക്കാൻ. ആ ജെയ്ഡന് അവളോടുള്ളത് വെറുമൊരു കെയറിങ് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. അവൻ ഫുൾ ടൈം അവളെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അവളുടെ മൂവ്മെൻറ്റ്സ്, അവൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നെന്നും പറഞ്ഞ് ഒരു ഒബ്സഷൻ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏയ്, അങ്ങനെയൊന്നും കാണത്തില്ല.
അത് നിനക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും. എന്തായാലും നമുക്കൊന്ന് വാച്ച് ചെയ്യാം, അത്ര തന്നെ. അവൾ ഫോട്ടോസും വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു. അവൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, അതോ റോഷനോട്? ഇതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അവൾ എന്തെടുക്കുക? നിനക്ക് ഫോട്ടോസ് അല്ലേ, അതിന് ഞാൻ തരാം. ആ വന്നോ 2 പേരും? എന്തിയടാ ജേഡനില്ലേ ഇന്നെന്താ എൻ്റെ ആദ്യയുടെ മുഖം ചെറുതായിട്ടൊന്ന് പാടിയിരിക്കുന്ന? അതൊന്നുമില്ല ജീന മമ്മി, ഞാനാണെങ്കിൽ ജഡനിച്ചാനുമായിട്ട് വഴക്കുണ്ടാക്കിയതാ. വഴക്കോ? എന്ത് കാര്യം പറഞ്ഞു? അതൊരു വലിയ സ്റ്റോറിയാ മമ്മി, ഞാൻ പിന്നെ പറഞ്ഞുതരാം. മമ്മി ചോറ് വേണം. ദേ ഇച്ചായനം വന്നല്ലോ. ഒരു കൂസലില്ലാതെ വന്നിരുന്ന് കഴിക്കുന്ന നോക്ക്. എന്നോടൊരു സോറി വരും പറയണമെന്നില്ല. ഇച്ചായന് വലിയ മൈൻഡില്ലല്ലോ, പിണങ്ങിയോ ശരിക്കും അവളോട്? ജേഡൻ, അടുത്ത ദിവസം മുതൽ കോളേജിൽ കൾച്ചറൽസ് തുടങ്ങുക. അപ്പം നീ കാരണം ഒരു പ്രശ്നം വരരുത്. ഞാനന്ന് കോളേജിൽ വരുന്നില്ല മമ്മി. എടാ, നിന്നോട് മമ്മി കോളേജിൽ വരണ്ടെന്നല്ലല്ലോ പറഞ്ഞത്. നിന്റെ ദേഷ്യം കുറച്ച് കൺട്രോൾ ചെയ്യണം, വിഷയം ഉണ്ടാക്കല്ലേ. ഞാൻ അവിടെ വന്നാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടാൽ എനിക്ക് ദേഷ്യം വരും. അപ്പം ഞാൻ ഇടപെടും. അത് കൺട്രോൾ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിലും ഭേദം ഞാൻ വരാതിരിക്കുന്നല്ലേ. എനിക്ക് മതി, ഞാൻ പോവുക. ഹലോ, താൻ പറഞ്ഞ ജോലി ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട്. ആ മണി മൊത്തം അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കിയിട്ടുമുണ്ട്. എന്താടി, ഒന്നും വിളിക്കുക പോലും ചെയ്യാതെ എൻ്റെ റൂമിലേക്ക് നുഴഞ്ഞു കയറുന്ന നിനക്കെന്നാ ഇപ്പം പ്രശ്നം? ചുമ്മാ പിണങ്ങിയിരിക്കല്ലേ കേട്ടോ. ഞാൻ പിണക്കൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ വന്നില്ലേ, അപ്പം ഇങ്ങനെ ഈഗോ അടിച്ചിരിക്കല്ലേ. എനിക്കപ്പോൾ അങ്ങനെ പെരുമാറാൻ തോന്നി. ഞാൻ ചെയ്ത് തെറ്റാ, മതിയില്ലേ? എനിക്കറിയാടി മുയൽപ്പല്ലി, നീ എന്നെ തേടി വരുമെന്നിപ്പം. എൻ്റെ പിണക്കമൊക്കെ പോയി, അതപ്പോഴത്തെ ഉള്ളായിരുന്നു. ഉമ്മ, ഉമ്മ, ഉമ്മ. ഇച്ചായൻ്റെ സ്നേഹം ഇപ്പോൾ കൂടി കുറച്ച് ടോക്സിക് ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. കുറച്ചൊക്കെ ടോക്സിക് ആകുന്നത് നല്ലതാടി. ഞാൻ നിന്നെ ആർക്കും വിട്ടു കൊടുക്കില്ല, ആർക്കും. ആദി, നീ ഇവിടുത്തെ പണി ചെയ്ത് ഇവിടെ നിൽക്കുവാണോ? ഇതേടി ചീഫ് ഗസ്റ്റ് വരാറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പാ, ജിന മിസ് ആണെങ്കിൽ പറയാൻ പറഞ്ഞു. ആ വരാറായോ? എടി, ആ സ്പീച്ചിൻ്റെ ആ പേപ്പർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ആദ്യം ഒഴിച്ച് എല്ലാവരും ഈ ക്ലാസ്സിൽ നിന്ന് 5 മിനിറ്റ്സിന് വെളിയിൽ പോക്കെ. ഇച്ചായ, എന്നെ ഈ സമയത്ത് എന്നെ സമയമില്ല എന്നൊക്കെ പിന്നെ പറയും. ഗസ്റ്റ് വരാറായി. പുറത്ത് പോകാൻ പറഞ്ഞാൽ പോകണം. വാടി നടക്കാം ഇളക്കൊണ്ട്. സാർ, എന്താ സാർ, കോളേജിലേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പോലീസ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു? എന്താ സാർ? മാഡം, ഞങ്ങളിവിടെ വന്നേക്കുന്നത് മാഡത്തിൻ്റെ മോനെ അന്വേഷിച്ച, ജെയ്ഡനെ അന്വേഷിച്ച്. സാർ, അതിനെൻ്റെ മോൻ എന്താ ചെയ്തത്? സാറിൻ്റെ മകൻ ചെയ്തതേ ഗുരുതരമായ ഇഷ്യൂ തന്നെയാണ്. അവനാണെങ്കിൽ ഡ്രഗ് ഡീലിംഗ് ചെയ്തേക്കുന്നത്. അവനെ എനിക്ക് വേണം. വാട്ട്? നോ, എൻ്റെ കുഞ്ഞ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. സാറിന് എന്തിനും തെറ്റുപറ്റിയായിരിക്കും. പ്ലീസ്. മാഡം ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാൽ ഞാൻ കൂടുതൽ ഫോഴ്സിനെ വിളിക്കേണ്ടി വരും. ഇത് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തി അവനെ കാണണം എനിക്കിപ്പോൾ തന്നെ. ഇച്ചായ, സത്യത്തിൽ എന്താ പ്രശ്നം? എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ്? അതോ, എൻ്റെ ആദ്യം ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അതൊന്ന് നേരിട്ട് വന്ന് പറയാന്ന് വെച്ചോ. ഇത് പറയാനാണോ? ഓക്കെ, എനിക്ക് ഞാൻ ചെല്ലട്ടെ കേട്ടോ. എല്ലാവരും തിരക്കുന്നതാണ്, ഇപ്പോൾ ഗസ്റ്റും വരാറായില്ലേ. ഡോറിൽ തട്ടുന്നുണ്ടല്ലോ, നിൻ്റെ ഫ്രണ്ട്സാന്ന് തോന്നുന്നു. ബാ. മുറിയടച്ചിരുന്ന രണ്ടുപേരും കൂടെ എന്നായിരുന്നു പരിപാടി? ഇവിടെ ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടോ? അത് കൊള്ളാലോ. സാറേ, ഇവനാ ഈ ക്യാമ്പസിലുള്ള പിള്ളേർക്ക് മൊത്തം ഡ്രഗ്സ് കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ടത്. നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിടാ.